പൊതുമരാമത്ത് വകുപ്പ് പണം കൊടുക്കാത്തതിനെ തുടർന്ന് ആലപ്പുഴ പുളിങ്കുന്നിലെ ജങ്കാർ സർവീസ് നിർത്തി. ജങ്കാർ സർവീസ് നിലച്ചതോടെ കുട്ടികളും പ്രായമായവരുമെല്ലാം ചെറുവള്ളങ്ങളിലാണ് പമ്പാ നദി കടക്കുന്നത്. ജങ്കാർ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സമരം ആരംഭിച്ചു. സുന്ദരമാണ് ഈ കാഴ്ച. പക്ഷെ കാറ്റും മഴയും വന്നാൽ സ്ഥിതി മാറും. പിന്നെ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം പമ്പയാറിന് കുറുകെ ചെറുവള്ളങ്ങളിൽ യാത്ര ചെയ്യാൻ. കുറച്ചു ദിവസം മുൻപ് വരെ പേടിക്കാതെ യാത്ര ചെയ്യാമായിരുന്നു ജങ്കാർ സർവീസിൽ. കരാർ കാലാവധി കഴിഞ്ഞതോടെ സർവീസ് നിന്നു. പിന്നെ വള്ളമല്ലാതെ എന്തു മാർഗം? ഇവിടെയുള്ള ചെറിയ വള്ളത്തിൽ സഞ്ചരിച്ചതിന്റെ പേരിൽ മറ്റ് ജങ്കാർ ഉണ്ടായിരുന്നപ്പോൾ തന്നെ സഞ്ചരിച്ച് 2 വള്ളം മുങ്ങി 2 പേർ പലപ്പോഴായി മരിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം, മുങ്ങി മരിക്കേണ്ടി വരുന്ന സ്ഥിതി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ രാവിലെ വള്ളത്തിൽ കയറാൻ വരുന്നവരെ അപ്പുറത്ത് സ്കൂളിൽ പോകുന്നവർ, കോളേജിൽ പോകുന്നവർ, വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവർ അവർ കയറി ഓളത്തിന് എപ്പോഴും എന്ത് അപകടവും സംഭവിക്കാവുന്ന അവസ്ഥയാണ്. പുളിങ്കുന്നിലെ ജങ്കാർ സർവീസിന് 32 കൊല്ലത്തെ പഴക്കമുണ്ട്. 24 മണിക്കൂറും തടസ്സമില്ലാതെ സഞ്ചരിക്കാമായിരുന്നു. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് പുതിയ കരാർ നൽകാത്തതിന് കാരണം. ജങ്കാറിന്റെ കരാറുകാരന് 60 ലക്ഷം രൂപ കുടിശ്ശികയുണ്ട്. നാട്ടുകാരുടെ പ്രധാന യാത്രാമാർഗമായ ജങ്കാർ നിലച്ചതിനെതിരെ സമരം തുടങ്ങിയിരിക്കുകയാണ്. റിപ്പോർട്ടർ, ആലപ്പുഴ.